ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥയൊന്ന് കേൾക്കാം. 25/8/25 കഥയാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോണത്. അപ്പം എന്താ പറയുക, ശ്രുതി ഇങ്ങനെ അമ്മയോട് പോകാൻ പറയണം. അമ്മയും മോനും കൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മുന്നേ അപ്പോൾ ശ്രുതി കുഞ്ഞു പറയുന്നുണ്ട്, എനിക്ക് കണ്ണ് കെട്ടഴിക്കുമ്പോൾ എൻ്റെ അമ്മയെ കാണണമെന്നിങ്ങനെ പറയുന്നുണ്ട് കുട്ടി. അപ്പോൾ പറയും വരാൻ മോനെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതി പുറത്തേക്ക് പോയി തിരിച്ച് വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കവർ വാങ്ങിയിട്ട് ഷെൽഫിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ എന്തിനാ മോളെ അത്, നമുക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ, അത് നീ എന്തിനാ അത് തിരിച്ച് അവിടെ കൊണ്ടുവച്ചത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയും അത് അവിടെ ഇരുന്നോട്ടമ്മേ, അതുകൊണ്ടൊരു കാര്യമുണ്ട് എന്ന് പറയുകയാണ് അവൾ. അങ്ങനെ ഇവർ 3 പേരും കൂടെ താഴത്തേക്ക്, അവൾ ശ്രുതി ആദ്യം പോകും. അത് കഴിഞ്ഞിട്ട് വിമല കുഞ്ഞിനെയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ചന്ദ്ര അവിടെ ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ്, അവരിന്ന് ഇവിടുന്ന് പോവോ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ പോവോ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ, ഓ നന്നായി, ഞാൻ വിചാരിച്ചു ഒരു മാസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന്. എന്തായാലും അവിടെ ഇവിടെയും കെട്ടിക്കയറി വലഞ്ഞ് കിടക്കുന്ന ആൾക്കാരല്ലേ അവർ, വന്നിട്ട് പിന്നെ എന്താണ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് വന്നത്, അവർക്ക് വല്ല കാര്യമുണ്ട് അവിടേക്ക് വരേണ്ടത്, ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്കൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ്. അപ്പോഴേക്കും വിമല കുഞ്ഞിനെ ഇങ്ങനെ കൈ പിടിച്ച് പതുക്കെ സ്റ്റെയർ കേസ് ഇറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ പറയും ഞങ്ങൾ പോവുക കേട്ടോ എന്ന് പറയുമ്പോൾ, ഓ സന്തോഷം, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ അതൊന്നും പറയുക അത്രയൊന്നും പറയുകയൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പോൾ പറയും ഇനി ഇങ്ങോട്ട് വരരുത്, ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വഴി അങ്ങോട്ട് പോയിക്കോണം, ഇനി ഇങ്ങോട്ട് വരരുത്, സച്ചിൻ്റെ രവതിയുടെയും കൂടെ ഇങ്ങോട്ട് വരരുത്, അവന് ഇതന്നെ പണിയുള്ളൂ, റോഡിൽ കൂടെ അലഞ്ഞിറങ്ങി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചും കൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിക്കുക, ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, ഇതാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ കേട്ട് പല്ല് കടിച്ച് നിൽക്കുക, കാരണം ഒന്നും പറയാൻ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഇല്ല ഞങ്ങൾ വരില്ല ഇനിയെന്ന് പറയുമ്പോൾ, വരരുത്, നിങ്ങൾക്കിപ്പോൾ ഇത് കൊട്ടാരാവും, നിങ്ങളുടെ പിന്നെ ഇതുപോലെ നല്ലല്ലോ, നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം, ആരെങ്കിലും വിളിക്കുമ്പോഴേക്കും ചാടി പുറപ്പെട്ട് പോരുന്നത് എന്തിനാ അങ്ങനെ ചന്ദ്രയുടെ സ്വഭാവം അറിയില്ല, മഹോദായിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി എടുത്ത വഴിക്ക് അമ്മേ എന്ന് വിളിക്കുകയാണ് കേട്ടോ. അമ്മേ, ആരമ്മ, എവിടെ അമ്മ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിമല അറിയും അത് അവന് ഇടയ്ക്ക് തന്നെ അമ്മ എന്നാണ് വിളിക്കുക. ഓ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോഴേക്കും സുധി ഇങ്ങോട്ട് വരികയാണ്. സുധി വരുമ്പോൾ പോവുകയാണ് എന്ന് പറയണം. ശരി എന്നറിയും. അപ്പോൾ നോക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്തേക്കുമ്പോൾ അവളെ